നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ കണ്ടു നോക്കും. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ മെയിൻ ലാൻഡിൽ നിന്ന് ഒരു വാട്ടറിലാണ് ഇപ്പോൾ ഉള്ളത്. സോ അതാണ് മെയിൻ ലാൻഡ്. മെയിൻ ലാൻഡിൽ നിന്ന് ഒരു യോട്ട് എടുത്ത് വേണം നമുക്ക് ഈ ഒരു ഫ്ലോട്ടിംഗ് വില്ലയിൽ വരാൻ വേണ്ടിയിട്ട്. ഈ വില്ലയിൽ വന്നു നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ വന്നു നമ്മളിപ്പോൾ ഇവിടെ നമ്മളെ യോട്ട് പാർക്ക് ചെയ്ത് ഇതിനകത്ത് നമ്മളിപ്പോൾ കയറാൻ പോവാം. ഇതിനകത്തുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറുമ്പോഴത്തേക്ക് നമുക്ക് അതുവഴിയും കയറാം, ഇതുവഴിയും കയറാം. സോ നമ്മൾ ഇതുവഴി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് താഴോട്ടുള്ളൊരു എൻട്രി ഉണ്ടാവും, മുകളിലോട്ടുള്ളൊരു എൻട്രി ഉണ്ടാവും, അതുപോലെ തന്നെ കിച്ചൺ ഉണ്ടാവും, ഡൈനിങ് ഏരിയ ഉണ്ടാവും. അതെല്ലാം കാണിച്ചു തരാം. അതിന് മുമ്പ് ഒരു സ്പെഷ്യൽ സ്ഥലം കാണിച്ചു തരാം. സോ നമ്മളെ ബാക്ക് യാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരെ ബാക്ക് യാർഡിൽ വന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് മീൻ പിടിക്കാം. ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചോ. ഈ മീൻ പിടിക്കാമെന്ന് പറഞ്ഞ സ്ഥലം, ഇതെങ്ങനെ മീൻ പിടിക്കാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. മീൻ എങ്ങനെ ഇവിടെ വരും എന്നുള്ളതും കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് അപ്പം നമ്മളെന്താ ചെയ്യാം? ഫസ്റ്റ് നമുക്ക് ഡൈനിങ് ഏരിയയും കിച്ചൺ ആ സ്ഥലങ്ങൾ നോക്കാം. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ ബോട്ട് അവിടെ പാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വന്നിട്ട് ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇതാണ് നമ്മുടെ കിച്ചണിനകത്ത് ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ ഇതുപോലെ സ്റ്റോറേജും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഇത് ഒരു ചെറിയ വാഷ്റൂമാണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ്റൂം കൂടെ കാണിച്ചു തരാം. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, നിങ്ങളെ ഇഷ്ടം അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ആണുള്ളത്. ഇനി അപ്പം നമ്മൾ നേരെ കിച്ചൺ കണ്ടു, ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ കണ്ടു. ഇനി നമുക്ക് ബെഡ്റൂമിലോട്ട് പോവാം. ഫസ്റ്റ് നേരെ താഴോട്ട് പോയി, താഴെയാണ് ബെഡ്റൂം. താഴെയാണ് ഞാൻ പറഞ്ഞത് ഈ മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളിവിടെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നു കഴിഞ്ഞാൽ സോ ഇതൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കൈ കഴുകാനും അതിനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാഷ്റൂമുണ്ട്. സോ ഇത്രയും വലിയ വാഷ്റൂമാണുള്ളത്. ഇത് മെയിൻലി നിങ്ങൾ ചിന്തിക്കാനുള്ളത് കടലിലാണ് നിൽക്കുന്നത്. സോ ഇതാണ് ഞാൻ പറഞ്ഞ മീൻ പിടിക്കാനുള്ള ഓപ്ഷൻ. സോ ഇപ്പോൾ നോക്കി അത്യാവശ്യം എത്രത്തോളം മീനുണ്ടെന്നുള്ളത് നോക്കി. സോ ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിവിടെ ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാം. അയല, ചൂര അങ്ങനെ കൊണ്ടുവരാം. അതിനകത്ത് എന്താ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിയിലുള്ള കല്ല് കണ്ട, ഈ കല്ല് വെക്കുന്നതിനനുസരിച്ചാണ് മീൻ അതിനെ അട്രാക്ട് ചെയ്തിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് നമ്മൾ മീൻ പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞു. സോ ഇവിടെ നമുക്ക് കണ്ട ഇവിടെ നീന്താനും പറ്റുന്ന ഒരു ഇതുണ്ട് കടലിൽ. അപ്പോൾ കടൽ ഇഷ്ടമുള്ളവർക്ക്, പൈസ ഉള്ള ആൾക്കാർക്ക്, യോട്ട് പേടിക്കാൻ പറ്റുന്ന കഴിവുള്ള ആൾക്കാർക്കുള്ള വീഡിയോ ആണ് ഇത്. ഓക്കെ, എന്ന് കരുതി ബാക്കിയുള്ളവർ കാണണ്ടെന്നല്ല. അതായത് ഞാൻ പറയുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ലൈഫ് സ്റ്റൈലിൽ എത്താൻ പറ്റും. ഇതിൽ എത്തിയിട്ടുള്ളത് എല്ലാ ലൈഫ് സ്റ്റൈലിൽ എത്തിയിട്ടുള്ള ആൾക്കാരും സാധാരണത്തിൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. സോ ഇതേ കണക്ക് ഇവിടെയും ഇങ്ങനൊരു ബെഡ്റൂം ഉണ്ടാവും. അവിടെ അതുപോലെ തന്നെ ബെഡ്റൂമാണ് ഞാൻ കാണിച്ചു തന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. കാണിച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഇതേ കണക്ക് ബെഡ്റൂം ഉണ്ട്. ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് മുകളിലോട്ട് കയറിയാലോ? ജസ്റ്റ് ഒരു ഹിന്റ് തരാം. ഒന്ന്, ഒരു ജക്കൂസി ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഓപ്പൺ ഏരിയ ആയിട്ടുള്ള റൂം ഉണ്ടാവും. ഓക്കെ, സോ ഇത് ലോക്കാണ്. ഇത് ആക്ച്വലി ഒരു റൂമാണ്. ഓക്കെ, നമുക്ക് വെളിയിലോട്ട് പോവാം. സോ വെളിയിലെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ജക്കൂസി ഉണ്ടാവും. അതുപോലെ തന്നെ ഇതായിരിക്കും നിങ്ങളെ വ്യൂ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവും. ഇത് മൊത്തത്തിൽ ടീമാണ്. ഓക്കെ, സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് വില്ല ആൻഡ് ഇതാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പം ലൈഫ് സ്റ്റൈൽ ഇത്രയും പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലെവലിൽ എത്തുമ്പോഴത്തേക്കും എന്തായി പൈസ ഉണ്ടാക്കി നമുക്ക് ഇനി എന്താണ് നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ലൈഫ് സ്റ്റൈലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് നെക്സ്റ്റ്. അതായത് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. വേൾഡ് ടൂറ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. എല്ലാത്തിനും വേണ്ടത് പൈസയാണ്. സോ പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതായി പോകും. അപ്പം ഞാൻ പൈസ ഉണ്ടാക്കാനുള്ള ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ ഡബിളാക്കി പോകാം. അതിനേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴത്തേക്ക് അത് സ്കാം ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ആദ്യമേ
ആൾക്കാരെ വെച്ച് തന്നെ ഡിസൈഡ് ചെയ്ത് മനസ്സിലാക്കി എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കി അതിനെ ഇതാക്കാൻ പറ്റുള്ളൂ, അതിനെ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആൾക്കാരെയാണ്. ആൾക്കാരിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആൾക്കാരെ വെച്ച് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കി തരാൻ പറ്റും. ഉദാഹരണം റിയൽ എസ്റ്റേറ്റിലാകുമ്പോൾ കൺസൾട്ടൻ്റാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്, സ്റ്റോക്ക് ആകുമ്പോഴത്തേക്കും സ്റ്റോക്കിലെ കൺസൾട്ടൻസിലാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ ലോയേഴ്സ്, അതുപോലെ തന്നെ കണക്ഷൻസ്, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പോയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ ഉണ്ടാക്കുന്ന പൈസ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡബിളാക്കി കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെ ഡബിളാക്കി ഓരോ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലത്തെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ പറ്റും. സോ ഇതിന് ബെസ്റ്റായിട്ട് പഠിക്കുക, മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ ഓപ്പർച്യൂണിറ്റിയും കൊണ്ടുവരുന്ന ആൾക്കാർ സ്കാം ആയിരിക്കില്ല. എല്ലാവരും അൽമുക്താദറോ അല്ലെങ്കിൽ ഓരോരോ സ്കാമുള്ള അങ്ങനത്തെ ആൾക്കാരായിരിക്കില്ല. റിയലി ലൈഫിൽ ഗ്രോ ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാർ പോലും ഉണ്ട്, എന്നെ പോലുള്ള ആൾക്കാരുണ്ടാവും. ഞാനും എന്താ പറയുക, ചെറിയ സ്ഥലത്ത് നിന്നൊക്കെ വന്ന ആൾക്കാരാണ്. എനിക്ക് ഇതുപോലെ ലൈഫ് ഗ്രോ ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക, എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ ഒരുമിച്ച് കൊടുക്കൂല. അപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ എൻ്റെ പ്രൊഫഷനിൽ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, മറ്റുള്ള പ്രൊഫഷനിൽ കഷ്ടപ്പെടുന്നുണ്ട്. ഓരോരുത്തർക്ക് കൊടുത്തിട്ടുള്ള ഓരോ പ്രൊഫഷനിൽ അവർ കഷ്ടപ്പെട്ട് മുകളിലെത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഗ്രൈൻഡ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക, എന്ത് ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യുക. ഓക്കെ, ബൈ.